യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആമേൻ. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ഒരിക്കലായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രധാന കർത്താവിൻ്റെ ദാസനും കുടുംബവും സഭയും മെട്രോ ചർച്ചിലുള്ള എല്ലാവർക്കും, ഈ സൂം മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വർഷവും നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് ഒരിക്കലായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ സാം പ്രത്യേകിച്ച് നാട്ടിലുള്ളപ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാമാണ്. സാമിന് ആ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. സാം കുറച്ച് നാളായിട്ടുള്ള US വന്നിട്ട് സാമിനെ ഓർത്തും എൽസയെ ഓർത്തും കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അനേകർ പരിചയമുള്ളവരൊക്കെ അനേകരുണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സമയം നമ്മൾ എല്ലാവരുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കാനുള്ള സമയം ഞങ്ങൾ വേർതിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ മഹത്വവും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും നമുക്കൊന്ന് അനുഭവിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒരു നിമിഷം കർത്താവിൻ്റെ അടുത്തേക്കൊന്ന് ചെന്നാട്ട്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിന് കീഴിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിനെ നന്ദി പറഞ്ഞാട്ട്, കർത്താവിനെ നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സർവമഹത്വത്തിനും എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ മാനത്തിനും യോഗ്യനായ യേശുവിന് എല്ലാ ഹൃദയങ്ങളും തുറന്ന കർത്താവിന്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവിൻ്റെ വലിയ മഹത്വവും ദൈവ സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഒരു നാരകമെന്നവണ്ണം ആടവീത്തരു ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ചേർന്ന് വാഴ്ത്തുമേ, വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പുഷ്പം ശാരോനിലാവൻ താമരയുടെ താഴ്വരയിൽ ചേർന്ന് പുഷ്പം ശാരോനിലാവൻ താമരയുടെ താഴ്വരയിൽ വിശുദ്ധരിനാദിവിശുദ്ധൻ ചേർന്ന് വിശുദ്ധരിൽ ആദിവിശുദ്ധനാവൻ സൗന്ദര്യ സമ്പൂർണ്ണതയോ. വിശുദ്ധരിൽ ആദിവിശുദ്ധനാവൻ സൗന്ദര്യ സമ്പൂർണ്ണ. ഹല്ലേലൂയ. ചേർന്ന്
ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ തിരുമഹത്വം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നീട്ടിയ തിരുക്കരം ഓർത്ത് ഭയപ്പെടേണ്ടായ ഉറച്ചവനെ വാഴ്ത്തുമേ വാഴ്ത്തുമേ. നന്ദി പറഞ്ഞാട്ട കർത്താവ്. ഓ നന്ദിയോടെ നന്ദിയോടെ നന്ദിയോടെ. ഹല്ലേലൂയ. മനക്ലേശ തരംഗങ്ങൾ ദുഃഖസാഗരത്തിൽ മുങ്ങിയപ്പോഴും ആ കർത്താവിന്റെ തിരുക്കരം നമ്മളെ പിടിച്ച് ആ കുഴിയിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും നമ്മളെ വിടുവിച്ച ആ ദൈവ സാന്നിധ്യം ഓർത്ത്, ഹല്ലേലൂയ, ദൈവ കൃപയോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ഒന്ന് നന്ദി പറഞ്ഞാട്ട്, ഹല്ലേലൂയ. ആ കർത്താവിന്റെ കൃപയോർത്ത്, കർത്താവിന്റെ കരുണയോർത്ത്, ഹല്ലേലൂയ. നമ്മുടെ അറമിടുക്കല്ല, നമ്മുടെ അറക്കഴിവല്ല, കർത്താവിന്റെ സന്നിധി നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാണ്. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ഓർത്ത് കർത്താവിൽ നിന്ന് നന്ദി പറഞ്ഞാട്ട്, ഹല്ലേലൂയ. പൊന്നു മഹേശനെ അങ്ങയുടെ കാരുണ്യം ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കാരുണ്യമാണ് നമ്മളായിരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവ കൃപയോർത്ത്, ഹല്ലേലൂയ. ഒരു പഴയൊരു ഗാനമുണ്ട്, വന്ദനമേ യേശു രക്ഷകനൻ നായകനെ, വന്ദനമേ വന്ദനമേ. വന്ദനത്തിനെന്നും യോഗ്യൻ നമ്മുടെ കർത്താവ് യോഗ്യനാണ്. ഹല്ലേലൂയ. മറ്റ് എല്ലാവരെക്കാളും യോഗ്യനായവൻ യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. എല്ലാ മുട്ടുകളും മടങ്ങുന്ന നാമം, എല്ലാ നാമം പാടുന്ന നാമം അത് യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആ ദൈവ മഹത്വം, ദൈവ സാന്നിധ്യം, കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ആ ദൈവ സാന്നിധ്യം ഓർത്ത്, ദൈവ കൃപയോർത്ത്, ഹല്ലേലൂയ, ഒന്ന് ചേർന്ന് കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് നമ്മളൊന്ന് ഒരുമിച്ച് പാടി കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. ചേർന്ന് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ. വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ. നിന്നൂടെ വന്ദനം എന്നുമൻ ഗാനമാ, നിന്നൂടെ വന്ദനം എന്നുമൻ ഗാനമാ. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ. വന്ദനമേ. ഓ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഓ കാൽവരി ദർശനം കാണുന്ന മുൻപിലാ, കാൽവരി ദർശനം
അൻപിനായുള്ളതും കണ്ണും നിറയുന്നേ, അൻപിനായുള്ളതും കണ്ണും നിറയും. വന്ദനമേ വന്ദനമേ സുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഓ പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം, പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം സന്തതമൂർത്തി ഞാൻ നന്ദിയാൽ പാടുവേ, സന്തതമൂർത്തി ഞാൻ നന്ദിയാൽ പാടുവേ. വന്ദനമേ സുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ ഓ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും. ഹല്ലേലൂയ. പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോളേ, നീതിമാനാകുവാൻ ശാപം. വന്ദനമേ വന്ദനമേ സുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഓ ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം, ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴുവേ, പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴുവേ. വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരലോകതുല്യം വിശ്വാസ സേവനം, പരലോകതുല്യം വിശ്വാസ സേവനം. വന്ദനമേ ഹല്ലേലൂയ. ആമേ വന്ദനമേ വന്ദനമേ ഹല്ലേലൂയ. ആമേ വന്ദനത്തിനെന്നും യോഗ്യനേ. ഓ ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർത്തേ കാരുണ്യവാനിതേ, ഭാരങ്ങൾ തീർത്തേ കാരുണ്യവാനിതേ. വന്ദനമേ സുരക്ഷകൻ. ഹല്ലേലൂയ. വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഓ വന്ദനമേ സുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും. ഇളകാത്ത രാജ്യമാ, ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ, ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴുവേ, പരനോട് കൂടെ ഞാൻ നിത്യമായി വാഴുവേ. വന്ദനമേ ഹല്ലേലൂയ. വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, ഹല്ലേലൂയ. ഓ വന്ദനമേ സുരക്ഷകനായകനേ, ഹല്ലേലൂയ. Thank you, Jesus. ആത്മാവിന്റെ ശക്തിയോടെ വന്ദനത്തിനെന്നും യോഗ്യനേ. ഓ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. യോഗ്യനായ യേശുവേ, ഹല്ലേലൂയ. വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ ബലത്തോടെ, ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവോടെ ആരാധന ഉയർത്തിയാട്ടെ. ഓ ഹല്ലേലൂയ. ഇളകാത്ത രാജ്യം നമ്മൾ പ്രാപിക്കുവാൻ, ഓ തേജസ്സിൽ നിൽക്കുവാൻ, ആ ദൈവമഹത്വം ഈ സമയം നമ്മുടെ ഭവനങ്ങളിൽ
Thank you, Jesus. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. Hallelujah, 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 hallelujah. ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ. ഹല്ലേലൂയ. ഭാരങ്ങൾ തീർത്ത് ഒരു നല്ല കർത്താവിന് ആ കരങ്ങളെന്ന് ഉയർത്തി കർത്താവിന് ആരാധന അർപ്പിച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ മാറ്റുന്ന, നമ്മുടെ വേദനകൾ മാറ്റുന്ന, നമ്മുടെ നിന്ദകൾ മാറ്റുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. അവൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാ പാപങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ശാപങ്ങളും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ മാറ്റുന്ന ദൈവകൃപയോർത്ത് കർത്താവിനെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മാത്രം എനിക്ക് മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങ് മാത്രം എനിക്ക് മതി. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം മാത്രം എനിക്ക് മതി. അങ്ങയുടെ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ. ആ പരിശുദ്ധ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ഒരുമിച്ചൊന്ന് അനുഭവിച്ചാട്. ഹല്ലേലൂയ. ഭവനത്തിനകത്തിരിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം, ആ ദൈവകൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ മാത്രമേ, നന്മ മാത്രമേ, ഹല്ലേലൂയ, നന്മ മാത്രം തരുന്ന ദൈവം. ഹല്ലേലൂയ. നന്മകൾ മാത്രം തരുന്ന ദൈവം. പരിശോധനകൾ, മനോവേദനകൾ വരുമ്പോഴും ഹല്ലേലൂയ ഭയപ്പെടാതെ, ഹല്ലേലൂയ, ഒന്നിന് കുറവില്ലാതെ നടത്തുന്ന ദൈവ സാന്നിധ്യം ഓർത്ത്, ആ ദൈവ കൃപയോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്
ജീവനെ എന്റെ ആശ്രയം മാത്രമേ എന്റെ യേശു, എന്റെ ജീവനെ എന്റെ ആശ്രയം ഒന്നു മാത്രമേ ദോഷം മാത്രമേ ഈ ലോകം തരും, ദോഷമായിട്ടൊന്നു പ്രിയം ചെയ്യുകയില്ല. എന്റെ യേശു എന്റെ പ്രാണനെ നന്മ ചെയ്യുവാൻ എനിക്ക് നീ കൃപ നൽകൂ. ദോഷം മാത്രമേ ഈ ലോകം തരും ആമേൻ. ദോഷമായിട്ടൊന്നും എന്റെ പ്രിയ ചെയ്യുകയില്ല. വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദോഷമായിട്ടൊന്നും ചെയ്യാത്ത എന്റെ യേശു, ആ കർത്താവ് എനിക്ക് മതി. നീ മാത്രമേ ചേർന്ന്, നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി എന്റെ യേശു, എന്റെ ജീവൻ എന്റെ ആശ്രയം ഒന്നു മാത്രമേ എന്റെ യേശു എന്റെ ജീവൻ എന്റെ ആശ്രയം ഒന്നു മാത്രമേ അർഹിക്കാത്ത നന്മകളും എനിക്ക് ചെന്ന് പാടാമോ? അർഹിക്കാത്ത നന്മകളും നന്ദിയോടെ ചേർന്ന്, നന്ദിയോടെ സ്തുതി പാടി പറഞ്ഞാട്ടെ കർത്താവേ. എന്റെ Thank you, Jesus. നന്ദി കർത്താവേ. നീ ചെയ്തോരോ നന്മയ്ക്ക് നന്ദി പറഞ്ഞാട്ടെ കർത്താവേ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടെ, നന്ദിയോടെ ഞാൻ സ്തുതി പാടി
ചേറ്റിൽ നിന്നും എന്നെ കരകയറ്റിയ ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നമ്മുടെ ആപത്തിൽ നിന്നും നമ്മുടെ രോഗത്തിൽ നിന്നും വൻപ്രയാസ സങ്കടങ്ങളിൽ നിന്നും നമ്മുടെ വിടുവിച്ച നല്ല കർത്താവിന് ആ കരങ്ങളെന്ന് ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളും യാചിക്കാത്ത നന്മകളും നമുക്ക് വേണ്ടി ചൊരിഞ്ഞ നല്ല കർത്താവിന്, കർത്താവേ, ഈ സമയം ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, നിന്റെ മക്കളോട് കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുവാൻ ഒരിക്കൽ കൂടി കർത്താവ് നൽകിയ അങ്ങയുടെ ഹല്ലേലൂയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ, കർത്താവിന്റെ ദാസനെയും സഭയും ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ. 2026 ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ കർത്താവ് ഇടയാക്കണമേ. കർത്താവെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ കർത്താവെ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. ഒരു ശാപവും തൊട്ടാതെ, ഒരു ദോഷവും തൊട്ടാതെ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമർപ്പണത്തോടെ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം മാനമെല്ലാം അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനും സഭയ്ക്കും വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർക്കുമ്പോഴെങ്കിലും ആമേൻ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ ഏകദേശം 26 വർഷത്തോളം ആകുന്നു മുഴുവൻ സമയം മ്യൂസിക് മിനിസ്ട്രിയിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ പറയാൻ പറ്റിയില്ല. നവംബർ മാസത്തിൽ 16-ാം തീയതി വലിയൊരു ആക്സിഡൻറ്റ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. 16-ാം തീയതി ഞായറാഴ്ച സൺഡേ തിരുവനന്തപുരം ടെക്നോ പാർക്കിന് മുമ്പിൽ ചർച്ചുണ്ട്. ആ ചർച്ചിൽ ശുചിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന വഴിക്ക് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കഴിഞ്ഞ് എതിരെ വന്ന ഒരു വാഹനം ഞങ്ങളെ ഇടിക്കുകയും ഞങ്ങളുടെ വാഹനം ഒരു 11 kV പോസ്റ്റിലോട്ടാണ് നേരെ കയറിച്ചെന്ന്. പോസ്റ്റ് ഒടിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ വണ്ടിയൊക്കെ നല്ല കേടുപാടുകൾ സംഭവിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും പറ്റാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. കർത്താവിൻ്റെ വലിയ കൃപയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. യാതൊരു ഒരു പോറൽ പോലും ഉണ്ടാകും. കർത്താവ് ഞങ്ങളെ വലുതായിട്ട് സൂക്ഷിച്ചു. കർത്താവിൻ്റെ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും ചിലരുടെ കൂടെയൊക്കെ പറയാറുണ്ട്, നിങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്തും ഞങ്ങൾ നാട്ടിലും പറയാറുണ്ട്, ഞങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. ഇന്ന് രാവിലെ സൂം മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗിൽ ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി ഞങ്ങൾ ചോദിച്ചുകൊണ്ട് തന്ന അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദിവസമില്ലായിരിക്കുന്നു. താങ്ക് യു. And Sanida for this welcome and for this opportunity and for the wonderful friendship and the partnering in the gospel that we as a family experience from you and the church. And I've got some wonderful friends there. I can't forget my dear friend Dalton. I was expecting him, but we had a great time of worship and singing unto the Lord. And we also could hear a great testimony about God's deliverance. ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാര്യം ഇത്രയും ദിവസം സഭയായിട്ട് ഉപവാസത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു സഭ തീർച്ചയായും അതിൻ്റെ റിസൾട്ട്സ് കാണും. ഒരു സഭയാൻ കുടുംബം എപ്പോഴെല്ലാം ഉപവസിച്ച് അല്ലെങ്കിൽ ഉപവാസത്തോടുകൂടിയോ അല്ലാതെയോ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അന്നേരം എല്ലാം അപ്രകാരമുള്ള കൂട്ടായ്മകളുടെ നടുവിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസനും കുടുംബവും ഇവിടുത്തെ ലീഡർഷിപ്പും നിങ്ങൾ എന്തെല്ലാമാണോ ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, 2026 മെട്രോ ചർച്ച് ഓഫ് ഗോഡിലുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് ഫുൾഫിൽ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ദിസ് പ്രേയർ ഈസ് ഗോയിങ് ടു a catalyst into that whole momentum that God is going to send into Metro Church. But also I am so glad that along with prayer you are setting aside time to hear God's word. So that means you enjoy prayer, you enjoy worshiping, but also it shows that you're willing to hear what the Lord has got to say. Now many times unfortunately as believers വിശ്വാസികളായ നമുക്കൊരു നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവിടെ നടക്കും.
നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കും. അങ്ങനെ എ ഗുഡ് എൻഡിങ്. അതിന് നമ്മൾ ചില വചനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. അതായത് ആദിമസഭ പെന്തക്കോസ് നാളിൽ ആ 120 പേര് മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവിടെ വലിയ ശക്തമായ ആത്മാവുള്ള ആരാധന വെളിപ്പെട്ട് അന്യഭാഷയിൽ ആരാധിച്ച് അനേകർ, ആയിരങ്ങൾ ആ സഭയോട് കൂടെ ചേർക്കപ്പെട്ടു. ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട്. ദാറ്റ്സ് നോട്ട് എ റോങ് പിക്ചർ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളിൽ നടന്നിട്ടുള്ള ചർച്ച് ഗ്രോത്ത് മൂവ്മെൻറ്റ്സ് എല്ലാം അതുപോലെ ആയിരുന്നില്ല. അപ്പോൾ അന്ന് ആദിമസഭയിൽ ആ പെന്തക്കോസ് നാളിൽ നടന്നത് ഒരു റിപ്പീറ്റബിൾ പാറ്റേൺ ആയിരുന്നെങ്കിൽ, അതായത് അത് എല്ലാ സഭയോടുള്ള ബന്ധത്തിലും നടക്കേണ്ടത് പാറ്റേൺ ആയിരുന്നെങ്കിൽ ദൈവം തീർച്ചയായും അത് ചെയ്തേനെ. പക്ഷെ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന ചർച്ച് ഗ്രോത്ത് വളരെ വിഭിന്നമായ, വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ദൈവാത്മാവ് നടത്തുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് സഭയോടുള്ള പ്രവചനം പറയുന്നുണ്ട്. എന്താണ് പ്രവചനം? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതൊരു ബ്ലൂ പ്രിൻ്റ് ആണ്. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ക്ലിയർ പ്രൊഫറ്റിക്കൽ അട്രൻസ്. He was giving a blueprint, a map, a chart to the church, telling that this is how the Holy Spirit is going to drive growth and momentum. How? First, the gospel is going to influence Jerusalem. Then the gospel is going to spread, cross the boundaries into Judea and Samaria. And third, the gospel will reach unto the ends of the earth. ഇപ്പം നമ്മൾ വിചാരിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് പ്രവചിച്ച് അതിനേക്കാൾ വലിയ പ്രവചനമുണ്ടോ? This prophecy came from the mouth of Jesus, not angel, not another man of God. Jesus himself prophesied. So we might think that, കർത്താവ് പ്രവചിച്ചുകൊണ്ട് അത് വളരെ ഈസി ആയിട്ട് നടന്നു. അല്ല. യെരുശലേമിൽ വലിയ ഉണർവ് നടന്നു കഴിഞ്ഞ് യെരുശലേമിലെ വിശ്വാസികൾ ആ പ്രവചനം മറന്നുപോയി. അവർ മറന്നുപോയി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം യെരുശലേം ചർച്ച മറന്നുപോയി. എന്താണ് പ്രവചനം? There is a next step. You have to go to Judea and Samaria. പക്ഷേ യെരുശലേം സഭയ്ക്ക് was not interested in that. Why? Because Jerusalem church was a big church. Jerusalem church was an exciting church. ഇപ്പോൾ ജെറുസലേം ചർച്ചിലാണ് ഇങ്ങനത്തെ സൂം മീറ്റിംഗ് നടക്കുന്നെങ്കിൽ ഒന്ന് ഓർത്ത് പോയിക്ക്, പിക്ചേഴ്സ് ഇടുവാണെങ്കിൽ ഓരോ ദിവസത്തെയും പ്രീച്ചേഴ്സ് ആരായിരിക്കും? വെരി എക്സൈറ്റിംഗ്, ഗ്രേറ്റ് മെൻ ഓഫ് ഗോഡ്. ഒരു ദിവസം പ്രസംഗിക്കുന്നത് പത്രോസ് ആയിരിക്കും. വാവ്. അപ്പോൾ ആൾക്കാർ ഒരേ വെള്ളത്തിന്മേൽ നടന്ന് കർത്താവിൻ്റെ ഒപ്പം നടന്ന് പിറ്റേ ദിവസം പ്രസംഗിക്കുന്ന സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനായിരിക്കും. തോമസ് മീറ്റിങ്ങിന് വരുമോ സംശയം. കാര്യം പുള്ളി ആ സമയത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഈ കനോട്ട് കം. അന്ന് സൂമും ഇല്ല. പിന്നെ വരുന്നത് ആൻഡ്രൂ, പിന്നെ വരുന്നത് ജെയിംസ്, കർത്താവിൻ്റെ ബ്രദർ. വാട്ട് എ എക്സൈറ്റിംഗ് ചർച്ച്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് അന്ന് 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ബട്ട് ഹൂ വെർ ദേ പ്രൈമറിലി? ഇറ്റ് വാസ് ജ്യൂസ്. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര എത്നിക് ബൈൻഡിങ് ഉള്ള ഗ്രൂപ്പാണ്. അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ബന്ധുക്കളാണ്. അവർക്കൊരു 10-15 തലമുറയ്ക്ക് മുമ്പ് വരെ അവർക്ക് അറിയാം. അവരുടെ ജനറേഷണൽ ട്രീ എടുത്ത് നോക്കിയാൽ അവർക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആരാ, ബ്രദർ ആരാ, സിസ്റ്ററിൻ്റെ മക്കൾ ആരാ. ദേ ഹാവ് എ ഗ്രേറ്റ് ഹെറിറ്റേജ്. ദേ ഹാവ് ടെമ്പിൾ, ദേ ഹാവ് പ്രോഫറ്റ്, ദേ ഹാവ് തോറ, ദേ ഹാവ് സാക്രിഫൈസസ്, ദേ ഹാവ് എബ്രഹാം, ദേ ഹാവ് മോസസ്, ദേ ഹാവ് ജേക്കബ്, ദ പാട്രിയാക്സ്, Solomon, Dave, Daniels. You talk warriors, they have. You talk about saints, they have. You talk about miracle workers, they have. Elijahs, Elishas. So Jerusalem church was very happy coming together and worshiping. But Jesus did not forget the prophecy. Praise God. Amen. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞ് നമ്മൾ മറന്നു പോയാലും, good thing, our senior pastor, our lead pastor will never forget, and that is Jesus Christ. He is the head of the church. Amen. He will never forget. His plans are very specific for the church. അപ്പം കർത്താവിന് മനസ്സിലായി, ഇവർ ഓട്ടോമാറ്റിക്കലി അല്ലെ സ്വമനസ്സ or willingly they are not going to cross into the next stage of the prophecy. What is the prophecy? You are going to go into Judea and Samaria. Why? There is a problem.
What is the problem? There is a long standing issue. വർഷങ്ങളായിട്ട് പരിഹരിക്കാതെ കിടക്കുന്ന ഒരു ഇഷ്യൂ അവിടെ കിടപ്പുണ്ട്. അന്ന് യോനയുടെ ശുശ്രൂഷ തൊട്ട് നമ്മൾ കാണുന്ന യോനയ്ക്ക് ദൈവം വിളിച്ചു. യോനയോട് നിനവേ പോയി സുവിശേഷം പറയാൻ പറഞ്ഞു. പക്ഷെ യോന പോയില്ല. കാര്യം എന്താ? യഹൂദന്മാർക്കൊരു ഒരു ഗുണമുണ്ട്. അവരെ ദൈവം ചൂസ് ചെയ്ത്. പക്ഷെ അവർക്കൊരു ദോഷമുണ്ട്. അവർക്ക് ആരോടെങ്കിലും പകയോ ആരോടെങ്കിലും അവരോട് എന്തെങ്കിലും ദോഷം ചെയ്താൽ പിന്നെ അവരെ ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. They want to kill and root and destroy them. We are seeing that today. So അതുകൊണ്ടാണ് യോനയോട് പോകാൻ പറഞ്ഞപ്പോൾ യോന പോകാത്ത കാര്യം. Gentiles had done so much of harm to the Jews. So that bitterness, that hurt was there in him. So he didn't want to go there. But we know the story how God worked. Now what I'm telling is, Jerusalem church is not going to automatically go to Judea and Samaria. Why? Because they were not pure Jews. We know Jews had issues with Samaritans. How do we know? കർത്താവിൻ്റെ ശുശ്രൂഷ സമയത്ത് നമുക്കെല്ലാം ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഏത് വിശ്വാസിയോട് ചോദിച്ചാലും അവർക്ക് അറിയാവുന്ന ഒരു കഥയാണ് ശമരിയാക്കാരി സ്ത്രീയും കർത്താവുമായിട്ടുള്ള സംഭാഷണം. Disciples were amazed that he was talking to first a woman and second to because Jews and Samaritans had issues. Now അവരുടെ അടുത്തേക്ക് സുവിശേഷമായിട്ട് കടന്നു ചെല്ലാൻ ചർച്ച ഒരിക്കലും തയ്യാറാകത്തില്ല. പത്രോസിനെ കർത്താവ് ദർശനം കൊടുത്ത്, അതായത് ഇതിനേക്കാൾ നന്നായിട്ട് ആരെങ്കിലും കർത്താവിന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് വലിയ ദർശനമാണ് കൊടുത്ത് സ്വർഗത്തിൽ നിന്ന്. He comes and tells Peter nothing is unclean. What is God telling Peter actually? Peter was the first missionary called to reach out Gentiles. It was not Paul. പത്രോസിനെയാണ് കർത്താവ് ആദ്യം ഏൽപ്പിച്ചത്. You have to break the barriers. You have to break the ethnic barriers. You have to break this deep-rooted racial supremacy thinking and that you are something special. It's broken. On the cross it is broken. എഫേസ്യത്തിൽ പൗലോസ് അതാ പറയുന്നത്, he has broken that dividing wall. Jews and Gentiles all are equal before God. പക്ഷേ പത്രോസ് അത്രയും ദർശനം കൊടുത്തിട്ടും പത്രോസ് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും പത്രോസ് അനുസരിച്ചപ്പോൾ കർത്താവ് ഒരു ആത്മാവിനെ നൽകി. അതാരായിരുന്നു? കൊർന്നല്യോസ്. അവൻ്റെ full family. So what was actually God was trying to tell Peter that you have a great ministry, Peter. This is your first fruit. This is my first sign. This is my first proof to you that if you step out in faith to cross boundaries and reach out people who are different ethnically, culturally, and linguistically than me, I am going to give you a great harvest, Peter. I have plans for you. But unfortunately, Peter missed the entire plan. How do we know? Because when we read the book of Galatians, we read Apostle Paul publicly rebuking Peter because he went back in his commitment and he joined the Judaizers. And he started telling that, hey, once a Gentile Christianity വരുമ്പോൾ he cannot directly become a Christian. He has to first become a Jew and only then can he become a Christian. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? അപ്പോൾ പൗലോസ് പറയുന്ന സുവിശേഷം കൃപയാൽ അല്ലോ വിശ്വാസത്താൽ അത്രേ നാം രക്ഷ പ്രാപിച്ചത്. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർലി പറയുന്നുണ്ട്, നമ്മൾ യാതൊരു ജഡവും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ അത്രേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അതും ക്രിസ്തുവിൻ്റെ ദാനമത്രേ. ആമേൻ. സോ പക്ഷെ ഇവിടെ പത്രോസും ഗ്രൂപ്പും പറയുന്നു നോ, വിശ്വാസവും കർത്താവിൽ നിന്ന് കൃപയും മാത്രം പോരാ. അവർ ഒരു യേശുവിൻ്റെ ശിഷ്യനാവണമെങ്കിൽ അവർ ഒരു കടമ്പ കൂടെ കടക്കണം. അതെന്താണ്? they also have to become a Jew. Only then they can become a member of the church of God, the family of God. Now it has a big repercussions. It has huge significance. We might think that why did Paul was not one of the disciples of Christ. പൗലോസ് യേശുവിൻ്റെ ഒപ്പം നടന്നിട്ടില്ല. യേശു തിരഞ്ഞെടുത്ത 12 പേരിൽ ഒരാളായിരുന്നില്ല പൗലോസ്.
പക്ഷേ പിന്നീട് വന്ന് ഒരു സെക്കൻഡ് ലെവൽ അപ്പോസ്റ്റലായിട്ട് പോലും അപ്പോസ്റ്റലനായ പൗലോസ് ശക്തമായിട്ട് പത്രോസിനെയും ഈവൻ ഈസ് ഓൺ മെന്റർ ബർണബാസ്, പൗലോസിനെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന ആളാണ് ബർണബാസ്. ആരും പൗലോസിനെ അംഗീകരിക്കാതിരുന്നപ്പോൾ ഈസ് ദ വൺ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ അതർ ബിലീവേഴ്സ് ആൻഡ് ടോൾഡ്, he was a persecutor, but please, God has already done great work, accept him. Even he was rebuked by Paul. Why do you think Paul was so adamant or was serious in correcting these great men of God? Because Paul knew the danger that if he says yield to this idea of Peter and the Judaizers, that if a person has to become a disciple of Christ, he has to first become a Jew and only then can he become a child of God. Paul knew it will seriously disturb the progress of the gospel. Amen. Amen. Dear friends, അപ്പോൾ നമ്മൾ ഇരിക്കുന്നവർ ചോദിക്കും, ഹൗ ഡസ് ഇറ്റ് കണക്ട് ടു അസ്? 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇത് പാസ്റ്ററെ ഞങ്ങളുടെ ചർച്ചുമായിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നുണ്ട് വളരെ വലിയ രീതിയിൽ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഇന്ത്യയുടെ പ്രദേശത്ത് ബാംഗ്ലൂരിൻ്റെ പട്ടണത്തിലും ഗ്രാമങ്ങളിലെല്ലാം വർക്ക് ചെയ്തപ്പോൾ നമ്മൾ സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തിയെ നമ്മൾ ദൈവമക്കളാക്കുന്നതിന് മുന്നമേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇടുന്ന ഒരു കണ്ടീഷനുണ്ട്. ദേ ഹാവ് ടു ഫസ്റ്റ് ഗോ ത്രൂ ദ ഫിൽട്ടർ ഓഫ് അവർ യുണീക്ക്നെസ്. ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞാൽ, ദൈവമക്കളാവുന്നതിന് മുന്നമേ അവർ ആദ്യം മലയാളികളാകണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മലയാളികളുടെ കൾച്ചർ അല്ല വേദോസത്തിലെ കൾച്ചർ. നമ്മൾ മലയാളികൾ എന്ന പേരിൽ നമ്മൾ വിശ്വാസകോളത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ലോകത്തുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഇല്ലാത്ത അനേകം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. Now, Peter was telling exactly the same thing. They were so zealous about their culture. എന്താ അവർക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ? ഓക്കെ, ഒരാൾ പാപി കർത്താവിൽ രക്ഷിക്കപ്പെട്ടു, അവൻ വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. പത്രോസ് പറയുന്ന അവൻ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ പരിച്ഛേദന ഏൽക്കണം. കാരണം പരിച്ഛേദന എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ച വലിയ കാര്യമാണ്. അത് പരിച്ഛേദന ജഡത്തിലെ പരിച്ഛേദന അല്ല, ഹൃദയത്തിലെ പരിച്ഛേദന വലുതെന്ന് പൗലോസ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അന്ന് പൗലോസ് ഈ പത്രോസിനെയും ബർണബാസിനെയും മറ്റുള്ള യാക്കോബ്, യേശുവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ ഒക്കെ വലുപ്പം നോക്കി പൗലോസ് ഓക്കെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ, ഇഫ് പോൾസ് ആറ്റിറ്റ്യൂഡ് വാസ് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇവിടെ എല്ലാം സമാധാനമായിട്ട് പോകട്ടെ. കാരണം ഇവരെല്ലാം സൂപ്പർ അപ്പോസ്റ്റൽസ് ആണ്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പൗലോസിന്റെ മിനിസ്ട്രിയെ തന്നെ അത് ബാധിക്കും. Jerusalem church is big church. They have money. Jerusalem church 3,000, 4,000 members. They have money. അപ്പോൾ if Paul was thinking, പത്രോസ് ഇത്രയല്ലേ പറയുന്നുള്ളൂ, ഒരു പരിച്ഛേദന അങ്ങ് കടക്കണം, ഓക്കെ ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ചർച്ചുകളിൽ നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് വെഡ്ഡിങ് ബാൻഡ്സ്, നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് സ്നാന ശുശ്രൂഷ, നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് ഭവന പ്രതിഷ്ഠ, നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് ശിശു പ്രതിഷ്ഠ. അതിൻ്റെ കൂട്ടത്തിൽ പാസ്റ്റർ സതീഷും മറ്റുള്ള പാസ്റ്റർമാരെല്ലാം ഒരു അനൗൺസും കൊണ്ട് ചേർക്കേണ്ട വന്നേനെ. എന്താണ്? അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ പരിച്ഛേദന ഞായറാഴ്ച. എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന എത്ര സഹോദരന്മാർ ചർച്ചയിൽ വരുമെന്ന്. This is a serious issue. If it is a prophecy of Christ for the church, it is God's plan that is implemented in the church. It is not the cultural values or the personal identity or the personal ideas of certain people or groups that decide how the church of God should function. Amen. Now, Paul vehemently stood against it and told that, no, Peter, you are completely wrong. And praise God, Peter was humble enough to say that, yes, I am wrong. And praise God, the first century church ആ ഒരു പ്ലാനിനെ കംപ്ലീറ്റ്ലി തള്ളിക്കളഞ്ഞുകൊണ്ട് ഗുണം എന്താ സംഭവിച്ചത്? നമ്മളെല്ലാം ഇന്ന് വിശ്വാസത്തിലായിരിക്കും. ഇപ്പം നിങ്ങൾ ചോദിക്കുക അതെങ്ങനെയാ?
കാര്യം നമ്മളിവിടെ ഈ മീറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും യഹൂദന്മാരുടെ ഇതിൽ നിന്ന് വന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആരും നമ്മളിവിടെ ഇല്ല. നമ്മളെല്ലാം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്? നമ്മളെല്ലാം ജാതിയരാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ പൗലോസിന്റെ ആ സുവിശേഷം കൃപയാലും വിശ്വാസത്താലും ആണ് രക്ഷ, ക്രിസ്തുവിലല്ലാതെ ഇനി വേറെ ഒന്നും പ്രവൃത്തി ഒന്നും ആഡ് ചെയ്യണ്ട എന്നുള്ള ആ സ്ട്രോങ് മെസ്സേജ്, ആ ഗോസ്പല് അന്ന് ഫസ്റ്റ് സെഞ്ചുറി ചേർച്ച് അത് ഉറപ്പിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് രക്ഷയിൽ വരുവാൻ കാര്യം വരുവാൻ അത് നമ്മളെ സഹായിച്ചത്. പ്രിയ മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് യഹൂദയിലും സമരയിലും പോകാൻ സഭ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് കർത്താവിന് എന്ത് ചെയ്യേണ്ട വന്നു? He had to do a very unorthodox way. നമ്മൾ പറയാറുണ്ട് ഔട്ട് ഓഫ് ദി ബോക്സ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് disruption. Today companies talk about disruption, technologies that come and disrupt. AI is going to disrupt the entire way market is functioning. AI is going to disrupt the entire way industry is going to function. What does it mean? It's going to completely break the old patterns, and there's a new wine, there's a new experience that the God wants to pour out into the church, and for that the church has to break the old pattern. Now they are not going to do it willingly. They are not going to get up and say that, yes Lord, we obey your word and we are faithfully going to go to Judea and Samaria. No, he knew very well. So what he did? പെർസിക്യൂഷൻ വന്നപ്പോഴാണ് അപ്പോസ്റ്റൽ പ്രവൃത്തി നമ്മൾ വായിക്കുന്നത്, എക്സെപ്റ്റ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്റ്റലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ചെതറിപ്പോയി. ആ ചെതറിപ്പോയ എന്ത് ചെയ്തു? ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ചർച്ചിന്റെ രണ്ട് ഗ്രേറ്റസ്റ്റ് സൊല്യൂഷൻസ് വന്നത് രണ്ട് ഗ്രേറ്റസ്റ്റ് പ്രോബ്ലംസിൽ നിന്നാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അവിടെ ചർച്ച് വളർന്നപ്പോൾ there was a problem. What is the problem? The problem is that there was a grumbling, or there was issues between two groups of people regarding the food service. And the apostles started to pray about it. The apostles started to think, how are we going to solve this problem? അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവർക്കൊരു ഡിവൈൻ ഐഡിയ കൊടുത്തു. എന്താണ്? ദിസ് ഈസ് വാട്ട് ഐ എം ടോക്കിംഗ്. ഇഫ് എ ചർച്ച് വാണ്ട് ടു മേക്ക് long lasting deep changes, we need to take some radical steps along with prayer, along with fasting, along with waiting upon the Lord. അപ്പം പ്രശ്നം വന്നു. കാര്യം എന്താ? ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ there is a problem. Now you might ask, നമ്മൾ പലപ്പോഴും പറയും, അയ്യോ ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിനെ പോലെ ഞങ്ങളെ ആക്കണേ. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൽ പോലെ ആയാൽ ചിലപ്പം ഫുഡ് വിളമ്പുന്നിടത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. Now this is the problem, because if we focus on growth without healthy growth, we are multiplying our problems. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഒരു കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ 5 ടോഡ്ലേഴ്സ് ഉണ്ടെങ്കിൽ അവർ കരഞ്ഞു കൂവി പ്രശ്നം ഉണ്ടാക്കി ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ ടീച്ചറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആ ടീച്ചറിൻ്റെ അടുത്തേക്ക് നമ്മൾ 20 ടോഡ്ലേഴ്സും കൂടെ കൊടുത്താലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കേ. So that is what happened to Jerusalem church. They are very excited about the numbers. But ഒരു ഭക്ഷണ മേശയിൽ ഇരുന്നപ്പോൾ, ഒരു ആഹാരം വന്നപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റായിട്ട് കിട്ടി, മറ്റേ അപ്പുറത്തിരുന്ന വിധവ അല്ലെങ്കിൽ സഹോദരിക്ക് കുറച്ച് നേരത്തെ കിട്ടി, ഓക്കെ, അതുപോലും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്പിരിച്വൽ മച്യൂരിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് വാസ് നോട്ട് ദെയർ ഇൻ ദ ചർച്ച്. Please, I am sure that we all have read these passages. I would encourage you to go back and start reading all these passages. These are some, real serious. There was a problem. So apostles started to, pray, and they started to ask the Lord, what should we do? And the Holy Spirit gave them a great lesson. What was that? A great strategy. The strategy is, the apostles decided that they are going to segregate. They are going to prioritize. Now, what is the priority? They are going to
focus on only two primary ministries. What are the ministries? Acts chapter 6, Apostle Pravruthi 6 അധ്യായം അതിൻ്റെ 1 തൊട്ടുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാം. Now in those days when the disciples were growing in number, a complaint arose on the part of the Greek-speaking Jews against the native Hebraic Jews because their widows were being overlooked in the daily distribution of food. And what happened? So the 12 called the whole group of the disciples together and said, "It is not right for us to neglect the word of God to wait on tables." Now here comes the radical change. What is it? അപ്പൊ അതുവരെ ഈ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യായിരുന്നു? ഈ ജനങ്ങളോടുള്ള സ്നേഹം കാരണം, ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഉള്ളിലുണ്ട്. ഈ വരുന്ന ആയിരക്കണക്കിന് 3000 പേര് 5000 പേർക്ക് വരുമ്പം they were running around serving everyone in the table, giving food, meeting, trying to meet every person. എല്ലാവരും എല്ലാവരുടെയും സുഖദുഃഖം അന്വേഷിച്ച്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. So they made a radical decision. What is that? We are going to focus on two things. What is that? We will devote ourselves to prayer and to the ministry of the word. Amen. Hallelujah. Now, these are radical changes that we need to bring. Many times, I am talking from my pastoral ministry, Yangada pastor. There are so many years we have physically taken care of people. We had been there, deathbed. From birth to death, for marriages, counseling sections, solving issues, marriage issues, husband, wife, parents, children, leadership, issues between kids of leadership. Now, I'm not, please, my only context is Bangalore. I don't know anything about US. So whatever I'm talking, it is from my background. We have stayed with people, hospitals. Not only we have stayed with people, we have stayed, my spouse has gone and taken care of not only believers, their maids. In India, it's possible. I know in US it's not affordable. But after 10 years, 15 years, a small issue comes. The first thing that they would say is that, "Pastor, we are leaving the church." അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഇതിൽ എന്തോ തെറ്റുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തോ ഇതുണ്ടല്ലോ. കാര്യം നമ്മൾ ഇത്ര ഒരു കുടുംബം, അത് നമ്മുടെ എല്ലാം കുടുംബത്തെ ഡിനൈ ചെയ്തിട്ടാണെന്ന് ഓർക്കണം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരന്മാരുടെ റിലേഷൻഷിപ്പ് എല്ലാം കട്ടായി മിനിസ്ട്രി കാരണം. കാര്യം ഞാൻ പറഞ്ഞ പോലെ 5 ടോഡ്ലേഴ്സ് ഉള്ളുമ്പം 5 പേരുടെ കരച്ചിൽ കേട്ടാൽ മതി. 100 ടോഡ്ലേഴ്സ് വരുമ്പം, അതുകൊണ്ട് ടോഡ്ലേഴ്സിനെ അല്ല നമ്മൾ, അത് വേറെ പോയിന്റ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. സോ feeding and taking care of human needs will never result in the spiritual growth. The apostles understood that. എത്ര സ്നേഹത്തോടെ അവർ ആഹാരം വിളമ്പിയത് ഇത്രയും നാളും. പക്ഷെ ആ ആഹാരം വിളമ്പൽ എന്തോ ഒരു ഓവർലുക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഇഷ്യൂ ആയി. അപ്പോൾ അപ്പോസ്റ്റലന്മാർ took a very painful decision. What is the decision? Brothers, we will devote ourselves to prayer and to the ministry of the word. Now, let me tell you, church, if the Lord's plan for your prophecy for your church has to fulfill, the church has to grow to understand what is the primary responsibility of the pastor and the family and the leadership. Now, I'll be very, very blunt. I do not know whether Pastor Sadish will call me again next time, but I love you. I don't want this prayer to go waste. When I go to a church, I will first ask, how is your pastor? And 99.9% here in US, I get an excellent report about the pastors. What is the report? They say that our pastor is wonderful. I ask them why. I'm genuinely learning, okay? I'm not trying to judge or evaluate. I ask them why. Because I am still learning the way things work, culture. Because he's so loving and he's so available.
Wow. And then I'll ask, available in what sense? Any midnight, any time you call him, he's there. Okay. And sometimes they say, even Saturdays, if we call him, he's available. Now, friends, the moment I hear this, my immediate question is, how can a pastor who runs from Monday to Saturday, serving tables, meeting the needs of people, physical needs, going around, have the emotional, physical, spiritual strength to deliver a in-depth, anointed, balanced word of God as a preaching to the church on Sunday? Now, these are some serious questions that we have to ask. Now, I asked one pastor, if you say that, no, leave me aside, I want at least few, these are the days when I want to set aside this, they told me that, no, I cannot tell it, because if I tell that, they will tell me, then you remain at home only. Now, the apostles, who are they? Not ordinary people. കർത്താവായ സകലത്തെയും മെനഞ്ഞെടുത്ത യേശുവിൻ്റെ ഒപ്പം നടന്ന ശിഷ്യന്മാർക്കാണ് പറ്റില്ലെന്ന് പറഞ്ഞത്. എന്ത്? They cannot physically meet all the needs. They have to concentrate. For a church or a family or a organization to function, we have to be very clear about the defined roles and responsibilities of every person involved. Now, you might ask me the question, so Pastor, are you telling that the pastor should not be there to help or to serve? No. The pastor is the chief shepherd. The chief shepherd is Jesus. All of us others are under him, but we are the shepherd. Have a heart for the sheep. No question that there should be a heart of serving. There should be a heart willing to reach out and help. But my question here is, what is the priority? Now, did the apostles say that we are only going to pray and read Bible and study, prepare for preaching? You guys do whatever. No. They made another excellent decision. What is that? They raised up 7 men full of spirit, full of wisdom, and having a good testimony to serve on the tables. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ വെയിറ്റേഴ്സ്. പക്ഷെ അവരെ പോലും തിരഞ്ഞെടുത്തപ്പോൾ എടുത്ത ക്വാളിഫിക്കേഷൻസ് എന്തായിരുന്നു? ഫുൾ ഓഫ് സ്പിരിറ്റ്, ഫുൾ ഓഫ് വിസ്ഡം ആൻഡ് ഹാവ് എ ഗുഡ് ടെസ്റ്റിമണി. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് ആദിമസഭയിൽ വെയിറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഇതാണ്. ഇന്ന് വന്ന് ബിഷപ്സിനെ പോലും തിരഞ്ഞെടുക്കാൻ നേരത്തെ ഈ ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ലാതായിരിക്കുകയാണ്. First century church, just waiters, because they knew that that's a very important ministry. When a believer comes to the church, he might not hear or see the senior pastor, but he might decide whether to come back or not to come back, probably seeing that first welcoming or the first person whom he connects in the church. So every man or every woman is so crucial in the kingdom of the Lord. They raised up 7 men, and that gave them an opportunity to mentor 7 future leaders. That gave them the opportunity to equip 7 men who will carry forward the mission. There were 7 men who were willing to do that. There were 7, when I tell men, I'm talking inclusive. There are men and women in our church who are willing to do that. And they assigned this responsibility. And out of that, 2 people, Stephen and Philip, the waiters of the first century church, were the apostles to Judea and Samaria. നിങ്ങൾക്കിത് വീട്ടിൽ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഫിലിപ്പിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം പേര് രക്ഷയിലേക്ക് വന്നു. പക്ഷേ സ്റ്റീഫൻ്റെ ശുശ്രൂഷയിൽ ഒരാളെ വന്നുള്ളൂ. അതോടുകൂടെ പുള്ളിയുടെ മിനിസ്ട്രിയും തീർന്നു, പുള്ളിയുടെ ശുശ്രൂഷയും തീർന്നു. പക്ഷെ അത് കഴിഞ്ഞും കർത്താവിൻ്റെ പ്രവചനം കർത്താവ് മറന്നില്ല. എന്താണ്? അതിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് കർത്താവിന് കൊണ്ടുപോകണം. എന്താണ്? സുവിശേഷത്തെ ലോകത്തിൻ്റെ അവസാനത്തോളം എത്തിക്കണം. അതിനുവേണ്ടി കർത്താവ് എന്താ ചെയ്തത്? അതുവരെ പിക്ചറിൽ ഇല്ലാതിരുന്ന ഒരു കംപ്ലീറ്റ്ലി പുതിയ വ്യക്തിയെ കർത്താവ് പിക്ചറിലേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ.
യുനോ എല്ലാവരും വിചാരിച്ചു 12 ശിഷ്യന്മാരായിരിക്കും, അല്ലെങ്കിൽ വിചാരിച്ചു യൂദ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ നറുക്കിട്ട് തെരഞ്ഞെടുത്ത് മത്തിയാസ് ആയിരിക്കും എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവർ വിചാരിച്ചു സ്റ്റീഫനും ഫിലിപ്പും ആയിരിക്കും. അല്ലല്ല, അതുവരെ ആരും കണ്ണിൽ പെടാതെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ക്യാമ്പിലാണ് ദൈവം തൻ്റെ ഗ്രേറ്റസ്റ്റ് ലീഡറിനെ പ്രിപ്പയർ ചെയ്തത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് തൻ്റെ സഭയെക്കുറിച്ച് പദ്ധതി ഉള്ളപ്പോൾ നമ്മുടെ ആരുടെയും പിക്ചറിലോ നമ്മുടെ ആരുടെയോ റഡാറിലോ ഇല്ലാത്ത കംപ്ലീറ്റ്ലി പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ നമ്മുടെ ചർച്ച് പെർസിക്യൂഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ പിശാജ് എപ്പോഴും ചർച്ചിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പിശാജിൻ്റെ വിചാരം സഭയിൽ നിന്നാണ് അടുത്ത ലീഡർ വരുന്നതെന്ന്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, സഭയിലായിരിക്കില്ല അടുത്ത ലീഡർ വരുന്നത്. അടുത്ത ക്രിസ്ത്യാനിറ്റിയുടെ ഗ്രേറ്റസ്റ്റ് ലീഡർ ഇൻ ഇന്ത്യയിൽ ഇപ്പോൾ പ്രിപ്പറേഷൻ നടക്കുന്ന വല്ല RSS ക്യാമ്പിലായിരിക്കും. കാരണം അവിടെ ദേ വിൽ ടീച്ച് യു ഡിസിപ്ലിൻ, ദേ ഹാവ് ലോട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. സോൾജിയറിനുള്ളതുപോലെ ട്രെയിനിങ് കിട്ടുമെന്ന് അവിടെ പറയുന്നത്. അപ്പോൾ പിശാജ് സഭേനെ ഫോക്കസ് ചെയ്യുകയാണ്. അടുത്ത ലീഡർ ഈ സ്റ്റേജിൽ നിന്ന് കത്തുന്ന വ്യക്തി, അല്ലെങ്കിൽ ഇന്ന വ്യക്തി. നോ, God might be preparing someone completely in a unexpected place to lead his church and lead the next momentum of the growth of the church. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എന്താണ് മെട്രോ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന് ചർച്ചിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്താണ് പദ്ധതി? God wants to take you beyond your boundaries. I do not know what are the prophecies that you received. Jerusalem, you had been faithful. Judea, Samaria, you had been faithful. And now God wants to take the impact and the influence of the church beyond that aspect and go to the end of the world. But if you have to ride that change, if you have to experience that change, we need to make some radical changes. What is that? The first thing, when challenges come, persecution come, let us not see it as an obstacle, but let us see it as a possibility or a opportunity that the Holy Spirit is bringing before the church. That's what the first century church did. 2 challenges. ഒന്ന്, പെർസിക്യൂഷൻ വന്നു, എല്ലാവരും ചിതറിപ്പോയി. പക്ഷെ ടെക്നിക്കലി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു. കാര്യം എന്താ? പോയവരെല്ലാം അതത് സ്ഥാനത്ത് സുവിശേഷം പ്രസംഗിച്ചു. സെക്കൻഡ്, അപ്പോസ്തലന്മാർ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? ഈ എന്തിനും അപ്പോസ്തലന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ സ്വഭാവം അങ്ങ് മാറി ചർച്ചിന്. So they all developed as great leaders. The second thing, that was external problem. There was an internal problem in the church. What was that? Our widows in the Bhakshana Parivil, there was a complaint. But that brought a new strategy for the church. What is that? Apostles finally understood what is their primary call. Yes, there's a season to take care. There's a season to run around. There's a season to meet the physical needs. There's a season to be available for everything, everywhere. But if Lord has to lead this church, and if church need to receive that specific blueprint, the strategic changes and plans, it's very, very important that we have a right understanding about what are the priorities of the leadership. Releasing them into a season of spending time. And how do we support them? By raising up men and women who will take care of the ground level realities. They served the food, and they were not just serving the food. They were not just there as waiters. അവിടെ ഉപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ അച്ചാർ കൊടുക്കുക. They were not doing that. They were full of the Holy Spirit. Amen. They were full of wisdom. And among them, these 2 people went as apostles and brought the gospel to Judea and Samaria. Praise God. Then God did something that they could not do. He did a miracle in the life of Saul and transformed into Paul to preach the gospel. This evening, I think that God has a great plan for the church to grow. I always tell, പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്, അത് സ്ത്രീയും പുരുഷനും എല്ലാവരും ചേർന്ന് 5000 പേരോളം കാര്യമായിരിക്കും വന്നു. പക്ഷെ പൗലോസിൻ്റെ ഒറ്റ ശുശ്രൂഷയിലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പൗലോസിൻ്റെ ഒരു ചർച്ചിൽ പോലും മോസ്റ്റ് ഓഫ് ദി സ്കോളേഴ്സിൻ്റെ ഒപ്പീനിയൻ വെച്ച് 100-150 കൂടുതലുള്ള വിശ്വാസികളുള്ള ഒരു ചർച്ചും പൗലോസ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് കാണുന്നില്ല.
അപ്പോൾ നമ്മൾ പൗലോസിൻ്റെ ശുശ്രൂഷയും പത്രോസിൻ്റെ ശുശ്രൂഷയും കമ്പയർ ചെയ്തിട്ട് പറയുക, അയ്യോ പത്രോസിൻ്റെ ശുശ്രൂഷയിൽ 1000 വന്നു, പൗലോസിൻ്റെ സുവിശേഷ പ്രസംഗത്തിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാര്യം എന്താ? ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം ചർച്ച എങ്ങനെ കൊണ്ടുപോയി നടത്തണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന 13 ലേഖനങ്ങളാണ് ദേവദാസൻ എഴുതിയത്. ആ ലേഖനങ്ങൾ എഴുതേണ്ട സമയത്ത് പൗലോസ് ഓടി നടന്ന് എല്ലായിടത്തും എല്ലാം ചെയ്ത് എല്ലായിടത്തും കൈയിട്ട് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി എല്ലാവരുടെയും ഗുഡ് ലിസ്റ്റിൽ കയറി എല്ലാവരെയും പ്രസാദിപ്പിച്ച്, അതായിരുന്നു പൗലോസിൻ്റെ ആഗ്രഹമെങ്കിൽ ഹീ വുഡ് ഹാവ് നെവർ ബീൻ ഏബിൾ ടു ഗീവ് ദിസ് റിച്ച് റിസോഴ്സസ് ഓഫ് 13 തിയോളജിക്കലി സ്ക്രിപ്ചറലി റിച്ച് ഡോക്ട്രിനലി റിച്ച് സ്ക്രിപ്ചേഴ്സ്. ആമേൻ. റോമ ലേഖനം തൊട്ട് കൊരിന്ത്യർ തൊട്ട് തെസ്സലോനി, എവറി എപ്പിസ്റ്റൽ ഈസ് സോ റിച്ച്. ഹല്ലേലൂയ. എത്ര തലമുറകളായി നമ്മളിതെല്ലാം വായിച്ച് അനുഗ്രഹിക്കപ്പെടുന്നവരാണ്. പക്ഷെ പത്രോസ് സഭയ്ക്ക് നൽകിയ എത്ര ലേഖനങ്ങളാ? 2. മൂന്നാമത്തെ ചോദ്യം, പത്രോസ് സ്ഥാപിച്ച സഭ ഇന്ന് ലോകത്തുണ്ടോ? യെരുശലേമിൽ പോയ എനിവൺ, ഐ നോ ദാറ്റ് മെനി ഓഫ് യു വുഡ് ഹാവ് ഡൺ എ ഹോളി ലാൻഡ് ടൂർ. ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ എ 5000 member mega church in Jerusalem? If anyone has seen, please do let me know. As far as my knowledge, there is no mega church in Jerusalem. Amen. Hallelujah. But see Paul's impact because he was faithful in his calling. Hallelujah. Amen. He was bold. He was not worried about entering into the good list of Peter and James and John. ഞാൻ ഈ 3 പേര് പറയാൻ കാര്യം, ആദിമസഭയുടെ 3 തൂണുകളായിരുന്നു ഇവർ: യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഇവരെങ്ങനെ തൂണായത്? പത്രോസ് കർത്താവിൻ്റെ ഒപ്പമായിരുന്നു, അവസാനം ചതിച്ചു, തള്ളിപ്പറഞ്ഞു, ഓടിപ്പോയി, എല്ലാം ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ കൃപ. യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു. യാക്കോബ് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവിനെ അനുഗമിച്ച വ്യക്തി അല്ലായിരുന്നു, കർത്താവിനെ അംഗീകരിച്ചിട്ട് പോലും ഇല്ലെന്ന സ്കോളേഴ്സ് പറയുന്ന കാര്യം. യേശുവിൻ്റെ കുടുംബം പറയുന്നുണ്ട് അവന് തലയ്ക്കുന്നോ സുഖമില്ല, അവന് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഹിസ് ഫാമിലി നെവർ അക്സെപ്റ്റഡ്. പക്ഷേ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ യാക്കോബിൽ വലിയ മാനസാന്തരം വന്ന് കാണും, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്നവർ പറഞ്ഞു കാണും, നീയും കർത്താവിൻ്റെ കുടുംബത്തിൽ സഹോദരനല്ല, യു ഷുഡ് ഓൾസോ ബിക്കം പാർട്ട് ഓഫ്. വി ഡു നോട്ട് നോ, ബട്ട് ദേ ബിക്കെയിം ദ 3 pillars. But Paul was not hesitant when God spoke to him clearly that this is the gospel and doctrine is very, very important. Why you need to give, why should leaders set aside time to study God's word, to preach the right doctrine? Amen. Hallelujah. Today, unfortunately, there is so much of wrong doctrines preached from a pulpit. അനേകം പ്രസംഗങ്ങൾ കേട്ട് ഞാൻ അടുത്തിടെ നാട്ടിൽ നിന്നൊരു മാതാവിനെ വിളിച്ചു. എപ്പോഴും ഒരു ഭയമാണ്, എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ, എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ, എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ, എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി ചർച്ചിലപ്പം എന്തുവാ പഠിപ്പിക്കുന്നത്? ഇല്ല, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നീ ഇത് ചെയ്തില്ലെങ്കിൽ നിത്യത. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ക്രൂശിൽ ചെയ്തതിന് യാതൊരു വിലയില്ലേ? So that brings us to the basic questions. Doctrinally, what do we believe? Second, doctrine, one of the doctrine of God is that he is unchanging God. ദൈവം ഒരിക്കലും മാറാത്തവൻ. പക്ഷെ നമ്മളിൽ പലരും ചിന്തിച്ച നമ്മൾ വിചാരിക്കും, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, എൻ്റെ മൂഡ് നല്ലതാണ്, നല്ല വെയിലുണ്ട്, ഞാൻ എന്തൊക്കെയോ. അപ്പം എൻ്റെ വിചാരം ദൈവം ഇന്ന് എന്ത് മൂഡിലാണ്? ഹാപ്പി മൂഡാണ്. നാളെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലോ തോന്നും, ഞാൻ ഡിസ്കറേജ്ഡ് ആണ്. ചിലപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ ഹോർമോണലായിരിക്കും. പക്ഷെ അപ്പം എൻ്റെ വിചാരം ഇന്ന് ദൈവത്തിനും എന്നോട്. അപ്പം നമ്മൾ വിചാരം നമ്മുടെ മൂഡിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചില ദിവസം ദൈവത്തിന് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഈ ഒരാഴ്ച ഞാൻ വലിയ പാപമൊന്നും ചെയ്യാതെ ജീവിച്ചു, അപ്പോൾ ഈ ഒരാഴ്ച ദൈവത്തിന് എന്നോട് എന്തോ ഒരു സ്നേഹമുണ്ട്, ഗുഡ്. അതായത് ദൈവം സ്വർഗത്തിൽ നിന്ന് എന്നോക്കി പറയുക, സാം ഗുഡ്, ഈ ആഴ്ച യു ഡിഡ് ഇറ്റ്. മോശമായതൊന്നും കണ്ടില്ല, മോശമായതൊന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, ഭാര്യയും ഭർത്താവും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ദേഷ്യപ്പെട്ടില്ല, എല്ലാം. അടുത്ത ആഴ്ച എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ഭയങ്കര ഗിൽറ്റ്.
അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ നമ്മളോടുള്ള ഇമോഷൻസിൽ നിന്ന് മാറ്റം വരുത്താനും മാത്രം കഴിവുള്ളവരാണോ നമ്മൾ? അപ്പം ആ ഡോക്ടറിൻ പോയി. ഗോഡ് ഈസ് നോട്ട് ആൻ അൺചേഞ്ചിങ് ഗോഡ്, ഗോഡ് ഈസ് എ ചേഞ്ചിങ് ഗോഡ്. If I feel that my actions and my obediences and disobedience is going to fluctuate his emotions and his approach and his love and his mood towards me, then that means God is a changing God. No, dear brothers, the day you and me accepted Christ, സ്വർഗത്തിലെ ഏറ്റവും 100% ലവ് ആണ് പിതാവ് പുത്രനിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ആത്മീയജീവിതത്തിൽ വളർന്ന് വചന പരിജ്ഞാനത്തിൽ വളർന്ന് ഞാൻ ക്രിസ്തുവിനെ പോലെ വളരുമ്പോൾ ആ സന്തോഷം എനിക്കാണ് ഉണ്ടാവുന്നത്. ദൈവത്തിന് സന്തോഷം കൂടുന്നില്ല. കാര്യം ദൈവത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ സ്നേഹം, ആദ്യത്തെ ദിവസം യേശുവെ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് ഏത് സെക്കൻഡ് ഞാൻ പ്രാർത്ഥിച്ചോ, കർത്താവിൻ്റെ 101% സ്നേഹം കർത്താവ് നമുക്ക് നൽകി തന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അപ്പം നിങ്ങൾ ചോദിക്കും, അയ്യോ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോഴോ? ആ സ്നേഹത്തിന് യാതൊരു മാറ്റവും ഇല്ല. അവൻ നമ്മളെ സഹായിക്കും. അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ സഹായിക്കും. He will give us first chance, second chance. We will confirm. We are growing into the image of God. പൗലോസ് പറയുന്നില്ല ഞാൻ പ്രാപിച്ചു എന്നല്ല പൗലോസ് പറയുന്നത്. I have reached എന്നല്ല പൗലോസ് പറയുന്നത്. I am growing into the image of Christ. Amen. Hallelujah. അതിൻ്റെ അകത്ത് നമ്മുടെ വീക്ക്നെസ്സസ് ഒരു റോൾ പ്ലേ ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ദൈവം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് fulfill. No. God is not just going to use our victories. Actually, we have no victories. In this flesh, Bible says that whoever trusts in the flesh, ജഡത്തിൽ ആശ്രയിക്കുന്നവനും അതിൽ പ്രശംസിക്കുന്നവനും ശപിക്കപ്പെട്ടവെന്ന് ദൈവവചനം പറയും. നത്തിങ് ഗുഡ് വിൽ കം ഔട്ട് ഓഫ് ദിസ് ഫ്ലഷ്. പക്ഷേ ഞാൻ ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ് വി ആർ ബ്ലെസ്ഡ്. Because of his faithfulness we are blessed. Amen. പൗലോസ് പറയുന്നുണ്ട്, in Christ our prayers are yes and amen. Hallelujah. സ്വർഗത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ വലിപ്പം കൊണ്ട് ഒരിക്കലും ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. എന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. എന്താ? എന്നിൽ അവൻ വില കൽപ്പിക്കുന്ന വേറെ ആൾ എൻ്റെ ഉള്ളിലുണ്ട്. ആരാണ്? അത് ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്നിൽ ഉള്ളതുകൊണ്ട് our prayers are going to receive the answer. പ്രിയമുള്ളവരെ, ഞാൻ 2 ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഒന്ന്, മെട്രോ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് കർത്താവിന് സഭയെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Amen. It's a comfort to know that God has plans. What does it mean? It means that I need not depend on my plans. It means that church is not dependent on my ability. It means that future is not dependent on how excellent we are going to perform, but it's dependent on how faithful is the Lord. Amen. Hallelujah. He is going to do things, bring people, bring changes, and he is going to fulfill his prophecy. Amen. If Christ has clearly told Jerusalem, Judea, Samaria, unto the ends of the earth, he is going to fulfill it. If we are going to resist the change, Peter, I gave you an opportunity. I gave you a vision. I would rather say God humbly pleaded with Peter and telling that, Peter, change. That I will open up a new avenue for ministry, but unfortunately Peter could not do that. But praise God, it does not mean that Peter is not in heaven. It does not affect Peter's salvation. Amen. But that opportunity was given to Saul, who was faithful and told that, Lord, yes. പത്രോസിനേക്കാളും യഹൂദ മതത്തില് തീവ്രമായി തീക്ഷ്ണതയോടെ പോയിക്കൊണ്ടിരുന്ന ആളാ പൗലോസ്. ആക്ച്വലി ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡിഫിക്കൽട്ട് ഫോർ പോൾ ടു അക്സെപ്റ്റ് ദാറ്റ് ഫാക്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ക്രിസ്ത്യാനികളെ കൊല്ലാൻ, പക്ഷെ അത്ര കട്ടി ഹൃദയമുള്ള പോള് ആക്ച്വലി ഹി വാസ് ദ മോസ്റ്റ് ഹംബിൾ പേഴ്സൺ. Amen. He told that, Lord, I am willing to change, even if it means that all my understanding of Jewish exclusivity, cultural significance, having a great spiritual tradition, heritage, legacy, we use all these words, all is zero and rubbish. He actually uses the word excreta when compared to the surpassing knowledge of knowing the love in Christ. Amen. Hallelujah. ആ ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, പൗലോസ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പൗലോസിൽ കൂടെ
താൻ ഇതുവരെ കാണാത്ത ജാതികളുടെ അടുത്തിലേക്ക് സുവിശേഷമായി കർത്താവ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. പൗലോസിനെ കർത്താവ് അയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് വൈകുന്നേരം നമുക്കൊരു കാര്യം ചോദിക്കാം. നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം, നമ്മുടെ ആക്ടിവിറ്റീസ് മുഖാന്തരം, ഹൗ മച്ച് ആർ വി ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ് ലൈക്ക്നെസ്? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ എത്ര പേര് പറഞ്ഞു? എന്താണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ലവ്, എബിലിറ്റി ടു ലവ് പീപ്പിൾ. Not only love your own. That was the problem of Jews. They were very good in loving their own people. But when the love of Christ came, the power of the Holy Spirit came, He gave them the ability to stretch that love beyond the boundaries of their people, and gospel went to the Gentiles. So I am closing my sharing here, and my prayer is that God will raise up men and women who will devote themselves. You need powerful teaching of the word of God from the pulpit. Reaching and teaching of the word will drive all other ministries. It's not the other way. Many times we think that programs and no. All programs, let it be youth ministry, worship ministry, kids ministry, marriage ministry, men's couples, everything is nourished by the powerful and the anointed preaching of the word of God that comes from the pulpit. That is going to add value to the ministries. And second, God is going to raise up leaders like Stephen and Philip, who are not just going to remain as waiters, but they are going to go out and preach the gospel. Even if it means difficult people, different people, not like Jonah running back, but telling, yes, Lord, here I am, send me. And thereby I'm sure that the Lord is going to bless Metro Church and expand your boundaries and have a greater influence upon the city of Dallas and beyond the city in the coming days. Amen.